നമസ്കാരം. ഇന്ന് നമുക്ക് പൈനാപ്പിളിൻ്റെ ഫാമിലിയിൽപ്പെട്ട ബ്രൊമലീഷ്യ ഫാമിലിയിലുള്ള മറ്റൊരു പ്ലാന്റിനെ പരിചയപ്പെടാം. നിയോറെഗിലിയ ക്രസെൻറ്റ സെലക്ട എന്നാണ് ഇതിൻ്റെ പേര്. അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്തതും എന്നാൽ വളരെ ഭംഗിയുള്ളതുമായ ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഗ്രീൻ കളറുള്ള ഇലകളും അതിൻ്റെ ടിപ്പിലായിട്ട് പിങ്ക് കളർ ഡോട്ടും ആണുള്ളത്. അതിൻ്റെ ആ പിങ്ക് കളർ ഷെയ്ഡാണ് ഇതിന് വളരെ ഭംഗി നൽകുന്നത്. ഇത് വളരെയേറെ ബ്രൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ചാൽ മതി. ഇൻഡോറായിട്ട് ഉപയോഗിക്കാം. വിൻഡോ സൈഡിലൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് വളർന്നു വരും. ഇത് ഒരിക്കലേ പൂവിടുകയുള്ളൂ. പൂട്ടതിന് ശേഷം അതിൻ്റെ മദർ പ്ലാന്റ് നശിച്ചു പോകും. അതിന് ശേഷം അതിന് ചുറ്റും നിന്നും ധാരാളം ചെടികൾ വളർന്നു വരും. അത് മുഴുവൻ വളർന്നു വന്നതിന് ശേഷം മദർ പ്ലാന്റിനെ എടുത്ത് മാറ്റിയാൽ മതി. നമുക്ക് ആ വളർന്നു വരുന്ന ചെടികളെല്ലാം മാറ്റി വേറെ ചട്ടിയിലാക്കിയിട്ട് പുതിയ ചെടികളായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. മഴവെള്ളമാണ് ഏറ്റവും ഇഷ്ടം. മഴ പെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഓരോ ഇലകളുടെ ഇടയ്ക്ക് സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. നടുക്കും അതിൻ്റെ വെള്ളം സൂക്ഷിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് ആകാതെ സൂക്ഷിക്കണം. ഡ്രെയിനേജ് നന്നായിട്ട് ഉറപ്പ് വരുത്തണം. ചാർക്കോൾ പീസസും കോക്കനട്ട് ഷെൽസും കോക്കോപിറ്റും മണലും ഒക്കെ ചേർത്താണ് ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ചെടികളുടെ ബോർഡറിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. വളരൊന്നും ഇട്ടില്ലെങ്കിൽ വളരെ നന്നായിട്ട് വളരും. എന്നാലും ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇടുന്നത് നല്ലതായിരിക്കും. വളരെ സ്ലോ ആയിട്ട് ഇത് വളരുകയുള്ളൂ. ഇനി വളരെയധികം വെറൈറ്റികളുണ്ട്. വളരെ ഭംഗിയുള്ള വെറൈറ്റികളും ഉണ്ട്. ഇതിൽ വേറൊരു വെറൈറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നിയോറെജീനിയ കരോലിനെ എന്നൊരു പ്ലാന്റ് ആണ്. ഇതിനെ ബ്ലഷിംഗ് ബ്രോമിലിയാഡ് എന്നും പറയാറുണ്ട്. പൂ ഇടുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ റെഡ് കളറായിട്ട് ടേൺ ചെയ്യും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ വിൻഡോ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ ഹാങ്ങിങ് ബോട്ടിൽ വെക്കാനും വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനും ഒക്കെ പറ്റിയൊരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ റൂട്ടിൽ നിന്ന് ഇത് എയർ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട് ഫുള്ളായിട്ട് മൂടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തൈകൾ വരുമ്പോൾ നമുക്കത് മുറിച്ച് നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. കോക്കനട്ട് ഷെല്ലും കൊക്കോപീറ്റും മണലും ഒക്കെ ചേർത്താണ് നടാനായിട്ട് നല്ലത്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ റൂട്ട് ഫുള്ളായിട്ട് മൂടേണ്ട ആവശ്യമില്ല. കാരണം അത് എയർ വലിച്ചെടുക്കും. ഒരിക്കൽ പിടിച്ച് കിട്ടിയാൽ പിന്നെ വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.